എൻ്റെ ശരിക്കും ജനിച്ചു വളർന്നത് ആറന്മുള എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത അതിന് ചുറ്റുള്ള സ്കൂളിലുമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജ് അവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് SFI ആയിട്ട് രംഗത്ത് വന്നു. ഞാൻ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു 3 കൊല്ലം. കോഴഞ്ചേരി അന്നത്തെ ഒരു സ്ഥിതി അറിയാമല്ലോ, വളരെ കുറച്ച് SFIക്കാർ കുട്ടികൾ മാത്രമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. എങ്കിലും അവിടെ ഞങ്ങൾ സജീവമായ വർക്കൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അച്ഛനൊരു സ്ട്രോക്ക് വന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ മാകെ ഒന്ന് ഉലഞ്ഞ് തകിടം പറഞ്ഞു. അപ്പോൾ ആ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് അപേക്ഷിച്ച് എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പക്ഷേ ആ അഡ്മിഷന് പോകേണ്ട ദിവസം എന്നെ ആ സമയങ്ങളിലൊക്കെ സഹായിച്ചുകൊണ്ടിരുന്ന എൻ്റെ മൂത്ത അളിയൻ, എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് അതേ ദിവസം മരിക്കുന്നു. അപ്പോൾ പിന്നീട് അവിടെ വെച്ച് ഔപചാരികമായ വിദ്യാഭ്യാസങ്ങളൊക്കെ എൻ്റെ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ നാട്ടിൽ ഉള്ള സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ CPMൻ്റെ പ്രവർത്തകനായിരുന്നു. അവിടെ ഫുൾ ടൈം വർക്കായിരുന്നു. അവിടെ എൻ്റെ അടുത്ത് തന്നെ ഒരു ട്യൂട്ടോർ കോളേജ് ഉണ്ടായിരുന്നു, അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ഈ സെപ്റ്റംബർ മാർച്ച് സെക്ഷനൊക്കെ ഉള്ള സമയമാണ്. SLCക്ക് ഭയങ്കരമായ തോൽവികൾ സംഭവിക്കുകയും എല്ലാ ട്യൂട്ടോറുകളും അങ്ങനെ ഫർണിഷ് ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, എല്ലായിടത്തും അറിയാം. ഇപ്പോൾ തിരുവനന്തപുരത്താന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ട്യൂട്ടോറിയലും തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ട്യൂട്ടറിൽ പഠിപ്പിക്കുകയും നാട്ടിൽ CPMൻ്റെ പ്രവർത്തകന് അന്ന് KSOEF ആയിരുന്നു. KSOEFൻ്റെ താലൂക്ക് പ്രസിഡൻ്റായിരുന്നു, ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. CPMൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ താലൂക്ക് മെമ്പറായിരുന്നു. അന്ന് ഈ ഏരിയ കമ്മിറ്റികളൊന്നും വന്നിട്ടില്ല, താലൂക്ക് കമ്മിറ്റികളാണ്. അപ്പോൾ അങ്ങനെ താലൂക്ക് കമ്മിറ്റിയിൽ നിൽക്കുകയും ഇങ്ങനെ അവിടെ അങ്ങനെ എന്താ പറയുന്നത്, ആ ചെറുപ്പകാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. പാർട്ടി പ്രവർത്തനം, പ്രസംഗം, മത്സരമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് എനിക്ക് ദേശാഭിമാനിയിലേക്ക് ഇങ്ങനെ ഒരു ഓഫർ വരുന്നത്. സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പത്രപ്രവർത്തകനാകണമെന്നോ അല്ലെങ്കിൽ ഇന്നാരാകണമെന്നോ എന്ന് പറയുന്ന ഒരു ആഗ്രഹവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഓരോന്നിങ്ങനെ വരികയാണ് വന്ന്. അപ്പോൾ നമ്മളവിടെ രാഷ്ട്രീയം വീട്ടിൽ അന്ന് വലിയ ബാധ്യതയില്ല, അതുകൊണ്ട് ഇതിനൊക്കെ ഇങ്ങനെ നടക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ താലൂക്ക് കമ്മിറ്റി മെമ്പറാകും, ഈ KSOEFൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും പ്രസിഡൻറ്റും താലൂക്ക് പ്രസിഡൻറ്റും ഒക്കെ ആയിരിക്കുന്ന അവസരത്തിലാണ് ദേശാഭിമാനിയിലേക്ക് ഒരവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അന്ന് നേരത്തെ എൻ്റെ താലൂക്ക് സെക്രട്ടറിയും പിന്നീട് ദേശാഭിമാനിയുടെ അസിസ്റ്റൻ്റ് എഡിറ്ററുമായി മാറിയ PG പുരുഷോത്തംപിള്ള XMLA ആയിരുന്നു. അപ്പോൾ പുള്ളി അവിടുന്ന് നേരെ ഈ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് ദേശാഭിമാനിയിലേക്ക് പോകും. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനൊരു ഇവിടെ ഓഫറുണ്ട്, തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി, ഞാൻ ഇന്ന ദിവസം അവിടെ ഉണ്ടാകും എന്ന് പുള്ളി പറഞ്ഞു. അപ്പം ഞാനങ്ങനെ വീട്ടിൽ വന്നൊരു അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ എൻ്റെ 3 സഹോദരിമാരാണ്. അപ്പോൾ അമ്മയുടെ കാര്യത്തിൽ വേറൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അവരൊക്കെ തിരുവല്ലയിലും ചെങ്ങന്നൂരൊക്കെ ആയിട്ടാണ് താമസമൊക്കെ, അതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്ന വലിയ താല്പര്യമുണ്ട്. കാരണം അവിടെ എപ്പോഴും ഈ അറിയാമല്ലോ പാർട്ടിയുടെ വർക്ക് എന്നൊക്കെ പറയുന്ന ആ സമയത്ത്. അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞു നീ പോകാൻ പറഞ്ഞു. അവിടെ പാർട്ടിക്കകത്ത് തന്നെ 2 അഭിപ്രായം ഉണ്ടായിരുന്നു, പോകണമെന്നും വേണ്ടെന്നും ഒക്കെയുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെയാണ് ശരിക്കൊരു ദേശാഭിമാനിയിലൊരു പത്രപ്രവർത്തകനായിട്ട് ഞാൻ പോകുന്നത്. അന്നേ വരെ എന്തുവാണ് പത്രപ്രവർത്തനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വായിച്ചിട്ടുണ്ട്, പത്രങ്ങളൊക്കെ വായിക്കുക. എങ്ങനെ വായിക്കുന്നത് ചോദിച്ചാൽ അവിടെ വീടുകളിൽ പത്രവരത്തിൽ ആ കാലത്ത് വളരെ കുറവാണ്. ഞാൻ 70-78 ആ കാലത്ത് കാര്യമാണ് പറയുന്നത്. കടകളിലാണ്, മടക്കടകളിൽ, കാപ്പിക്കടകളിൽ, ബാർ ഷോപ്പൊക്കെ ആണല്ലോ ഈ പത്രങ്ങളുടെ ഒരു അപ്പോൾ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിലായിട്ട് നമ്മളിങ്ങനെ പത്രം വായിക്കും. അങ്ങനെ പത്രം വായന അല്ലാതെ പത്രത്തിൻ്റെ ആകെ എനിക്ക് അന്നറിയാവുന്ന ഒരു റിപ്പോർട്ടർ അവിടെ ഒരു സൊലെ എന്ന് പറഞ്ഞൊരു പങ്കാഷം പിള്ള എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ ചരമവും ഉത്സവത്തിൻ്റെ വാർത്തയൊക്കെ കുറിച്ച് കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അറിയാവുന്നുള്ളതല്ലാതെ പത്രത്തിൻ്റെ ഏജൻറ്റുമാരെ അറിയാം. അങ്ങനെ എനിക്ക് ഒന്നുകൊണ്ട് അങ്ങനെ യാദൃച്ഛ്യമായിട്ട് അങ്ങ് വന്നതാണ്. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ പത്രപ്രവർത്തനം പഠിക്കുന്നത്, ദേശാഭിമാനിയില്ല. അവിടെ പി കുന്നപ്പിള്ള ചീഫ് എഡിറ്റർ, PG പുരുഷോത്തംപിള്ള, ഞങ്ങൾ PGP എന്ന് വിളിക്കുന്ന പുരുഷോത്തംപിള്ള അസിസ്റ്റൻ്റ് എഡിറ്റർ, കണ്ണൻ നായർ മാനേയർ. ഇത് 1978 അവസാനമാണ്, നവംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അവിടെ ഈ പുരുഷോത്തംപിള്ളയെ കാണാൻ വേണ്ടി ചെല്ലുന്നു.
ഞാൻ ചെല്ലുമ്പോൾ പിന്നെ PG ഉണ്ട്, കണ്ണൻ നായരുണ്ട്. ഇവർ പിന്നെ PGP അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് എന്നെ നടുക്കിരുത്തി, കണ്ണൻ നായർ നേരെ ഓപ്പോസിറ്റ് മാനേജറുടെ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 78 കാലം എന്ന് പറയുമ്പോൾ ദേശാഭിമാനിയുടെ സ്ഥിതി കൂടെ ആലോചിച്ച് നോക്കണം. അന്ന് കോഴിക്കോട് ഒരു യൂണിറ്റ്, പിന്നെ കൊച്ചിയിലൊരു യൂണിറ്റ്. കൊച്ചിയിൽ പിന്നെ നേരത്തെ രവിപുരത്താരിൽ നിന്ന് മാറി കലൂർ വന്ന് പുതിയ കെട്ടിടമൊക്കെ പണിഞ്ഞ് അവിടെ ഇപ്പോൾ 2 യൂണിറ്റുകൾ. അപ്പോൾ അതിൻ്റേതായ ഇന്നത്തെ പോലുള്ള സേവന വേതന വ്യവസ്ഥകളൊന്നും വന്നില്ല. നമ്മളൊരു പാർട്ടി അലവൻസ് പോലെ മാസം ഒരു ഇത് തരിക എന്നുള്ള ഒരു സ്ഥിതി മാത്രമേ ഉള്ളൂ അന്ന്. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണൻ നായരിനോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇവിടെ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തനിക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ ജോലി ചെയ്യാം. ഇതിനൊരു നിയമമൊക്കെ വരുമല്ലോ, അതുവരെ തനിക്ക് ഇവിടെ ജോലി ചെയ്യാം. പക്ഷേ ആ ഒരു മാനസികാവസ്ഥ വേണം ഇവിടെ ജോലിക്ക് വരാൻ. അല്ല ഇതൊരു ഏണിപ്പടിയാകരുത്, അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ചില അനുഭവങ്ങൾ മുൻകൂറുണ്ടായിരുന്നു. 1-2 ആളുകളൊക്കെ വന്നിട്ട് അവർ ഇത് കാരണം പിടിച്ചു ചെയ്യാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് പലരും അങ്ങ് വിട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു ആരുത് എന്നുള്ളൊരു ഇത് പറഞ്ഞു. അത് ഞാൻ അക്ഷരം പ്രതി പാലിച്ചു. 32 വർഷം ഞാൻ ദേശാഭിമാനിയിൽ അവർ പറഞ്ഞിടത്തെല്ലാം എല്ലാം പോയി ജോലി ചെയ്തു, ജോലി ചെയ്തു. അങ്ങനെ ദേശാഭിമാനിയിൽ പിന്നെ ഞാൻ അവിടെ നിന്നാണ് പത്രപ്രവർത്തനം പഠിക്കുന്നത്. പക്ഷേ അതിനുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഏത് സ്കൂളിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടിൽ ഇതാണ്. കാരണം നമ്മളങ്ങ് പ്രാക്ടിക്കലാകുകയാണ്. ആദ്യം ദേശാഭിമാനി ചെല്ലുമ്പോൾ അന്തരീക്ഷം പറയാം. പി ഗോവിന്ദപിള്ള ചീഫ് എഡിറ്റർ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ പത്രപ്രവർത്തകരോട്. പുള്ളി പിന്നെ അവിടെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് PGയുടെ മുറിയിൽ നിന്നാണ്. ന്യൂസ് വീക്ക്, ഏഷ്യ വീക്ക്, ഗാർഡിയൻ, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങുന്ന ലിങ്ക്, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി, ഇങ്ങനെ ഒട്ടേറെ പിന്നെ ഡോൺ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നൊരു പത്രം വരെ അവിടെ പോസ്റ്റിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുക. അതിപ്പോൾ എല്ലാം നമ്മൾ വായിക്കുന്നതല്ല, പക്ഷേ അവിടെ ഓരോരുത്തരും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടായ ഒരു ചർച്ചയൊക്കെ വരുമ്പോൾ അത് അങ്ങനെ ഒരു സഹായം ഉണ്ടായിരുന്നു. രണ്ടാമത് PG ആണെങ്കിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അവിടെ കുറേ പുസ്തകങ്ങളിരിപ്പുണ്ട്. ഇതേത് പുസ്തകം വേണേലും എടുത്ത് വായിക്കാം. എടുക്കുമ്പോൾ എന്നോട് പറയണം, തിരിച്ചു കൊണ്ടുപോയി എന്നോട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. വായിക്കണം. അതുപോലെ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ എഡിറ്റ് വേയിൽ വലത്തെ സൈഡിൽ 2 കോളത്തിൽ ആണെങ്കിൽ ലേഖനം വന്നിട്ടില്ല. അപ്പോൾ ഞാനവിടെ ചെന്നിട്ടൊരു പിന്നെ ഒരു 6 മാസം ആയിട്ടില്ല. അപ്പോൾ വേറൊരു കാര്യങ്ങളുണ്ട്. ദേശാഭിമാനി ഞങ്ങളൊക്കെ ആദ്യം ചെല്ലുമ്പോൾ 6 മാസം പ്രൂഫിലിരിക്കണം. പ്രൂഫിൽ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന ശൈലി, പിന്നെ ചില വാക്കുകൾ, അങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പാർട്ടി എന്ന് പറയുന്നതിന് ഉപയോഗിക്കാറില്ല, പാർട്ടി എന്നാണ് ഉപയോഗിക്കാറില്ല. ഇങ്ങനെ കുറേ ഇത് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ പ്രൂഫിലിരിക്കണം, അത് നിർബന്ധമാണ്. ഏത് ആളവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അവിടെ തന്നെ തൊട്ടടുത്ത് അവിടെയാണ് താമസമൊക്കെ. അത് ആഫീസിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്ന ഞങ്ങൾ കുറേ പേര് താമസിക്കുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ടൊരു മുഴുവൻ സമയവും ദേശാഭിമാനിയിലാണ്. അപ്പോൾ ഇതിൻ്റെ A to Z എന്തിനാണ് പറയുന്നത്, നമ്മൾ കമ്പോസിങ്ങിൻ്റെ അന്ന് ഹാൻഡ് കമ്പോസിങ്ങാണ് പിറകി വെക്കുന്ന. അതെ, പിന്നെ അന്നത്തെ പേജ് മേക്കിങ് ഒക്കെ ഇപ്പോൾ പറഞ്ഞാൽ ആളുകൾ അന്തിച്ചു. ഈ പേജ് എടുത്ത് വെച്ചിട്ട് അത് പ്രിൻ്റ് ചെയ്തിട്ട് അത് എടുത്തിട്ടൊക്കെയുള്ള ഒരു പിന്നെ പ്രിൻറ്റിങ് സമ്പ്രദായമായിരുന്നല്ലോ അത്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് പരിചയപ്പെടാനായിട്ട് പത്രത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയുള്ളൊരവസരം, എഴുത്തായാലും വായനയായാലും ശൈലികളായാലും എല്ലാം ഒരു സ്വായത്തമാക്കാൻ കഴിഞ്ഞ ശരിക്ക് ഒരു പത്രപ്രവർത്തനത്തിൻ്റെ A to Z ഞാൻ പഠിച്ചത് ഈ അവിടെ നിന്നുണ്ടായിരുന്ന ഈ സഹാക്കളുടെയും അത് അവിടെ ജോലി ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും PG അടക്കമുള്ള അന്നത്തെ പ്രാമാണികരായ പത്രക്കാരുടെയൊക്കെ ഒരു ശിക്ഷണത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം വളർന്നതുകൊണ്ട് ആണ് എനിക്ക് ആ ഫീൽഡിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അത് അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പ്രൂഫിൽ തൊട്ടാണ് പഠിപ്പിക്കുന്നത്. അന്ന് പ്രൂഫിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിന്നെ കൊടുങ്ങല്ലൂരുള്ള ഒരു കൊട്ടാരത്തിലൊരു തിരുമേനിയായിരുന്നു, ദിവാകരൻ തിരുമേനി എന്ന് പറയുക. ആ ഫാമിലി ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ഫാമിലി അങ്ങനെയൊക്കെ വന്നാണ്, പ്രായമുള്ളൊരു വിഷയമാണ്. പക്ഷേ ഈ അക്ഷരങ്ങൾ ഭാഷയൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ എവിടെ ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ
കണ്ടുപിടിക്കാനായിട്ട് മിടുക്കനാണ്. അതുകൊണ്ട് പുള്ളി പ്രായമായിട്ടും അവർ വിടാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു ഇതിൽ നിന്നാണ് ഞാൻ ഈ പത്രപ്രവർത്തനം പഠിച്ച് അവിടെ തന്നെ പഠിച്ച് അങ്ങനെ പഠിച്ചു വന്നതാണ്. അല്ലാതെ ഞാൻ വേറൊരു സ്കൂളിൽ അങ്ങനെ പത്രപ്രവർത്തക സ്കൂളിലൊന്നും പഠിച്ചിട്ടുള്ള പരിചയമൊന്നുമില്ല. പക്ഷേ അതിനെക്കാട്ടുമൊക്കെ വളരെ വളരെ എന്താ പറയുക, ഒരു ഈ ഗുരുമുഖത്തുനിന്ന് പഠിക്കുമെന്ന് നമ്മൾ പണ്ട് പറയത്തില്ലേ, അതൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പഠനം. അങ്ങനെയാണ് ശരിക്കും ഞാനൊരു പിന്നെ ദേശാഭിമാനി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു പക്ഷമുള്ള പത്രമാണ്. അപ്പോൾ ആ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് എങ്ങനെ പത്രപ്രവർത്തനം എന്ന് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ PG പിന്നെ എൻ്റെ തൊട്ട് അപ്പുറത്തെ ഒരു വീട്ടിലാണ് അന്ന് ടീച്ചർ ഇവിടെ മഹാരാഷ്ട്രയിലെങ്ങാണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് 2 വീടപ്പുറത്താണ് PG താമസിച്ചുകൊണ്ടിരിക്കുന്നത്. PG രാവിലെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ആ വരാന്തയിൽ തന്നെ റോഡ് ഉള്ള സ്ഥലത്ത് ഒരു കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇന്ന് വായിക്കും. അങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ദിവസം പിന്നെ ഞാനിങ്ങനെ പിന്നെ ഓഫീസിൻ്റെ പരിസരത്ത് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പിന്നെ ഒന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ലേഖനം എടുത്തിട്ട് ഇത് വായിക്കണം, വായിച്ചിട്ട് തൻ്റേതായ രീതിയിൽ ഇതൊന്ന് ഒരു ലേഖനമാക്കി തരണമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനകം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ആദ്യം എന്നെ ഏൽപ്പിക്കുന്നൊരു അസൈൻമെൻ്റാണ് ഇതിൽ. അപ്പോൾ ഞാനത് വായിച്ചിട്ട് ഞാൻ എഴുതി. അത് പിന്നെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഗ്രാമം മുഴുവൻ പിന്നെ മുസ്ലിം മതത്തിലേക്ക് മാറി. ഒരു ഗ്രാമം മുഴുവൻ അതിനെക്കുറിച്ചുള്ള ഒരു സാധനമായിരുന്നു. അത് ഞാൻ തന്നെ അതിനൊരു തലക്കെട്ടിട്ട് ഇസ്ലാം അവരെ കണ്ടെത്തിയ അത്താണി. ദേശാഭിമാനിയുടെ 2 ദിവസം കഴിഞ്ഞിറങ്ങിയ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേര് മെയിൻ സ്റ്റോറി ആയിട്ടാണ് എൻ്റെ ആദ്യ ലേഖനം അതിനകത്ത് വരുന്നത്. അത് PG പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഞാൻ എഴുതിയ ആ ലേഖനത്തിലുണ്ടായ ചില ഭാഷാ പ്രയോഗങ്ങളുടെ ചില കുഴപ്പങ്ങൾ, തെറ്റാന്നല്ല പുള്ളി പറഞ്ഞു, അതിന് ഇച്ചിരി ഭംഗിയാക്കാൻ പറ്റുന്ന തരത്തിൽ ആ രീതിയിലുള്ള പിന്നെ ഒരു ഡയറക്ഷൻ എനിക്ക് തന്നിട്ടുള്ള വാർത്തയുടെ കാര്യത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഇല്ലുസ്ട്രേറ്റഡ് വീക്കിലി നിർബന്ധമായും വായിക്കണമെന്ന് പുള്ളി പറയാറുണ്ട്. കാരണം അന്ന് അതിനകത്താണ് ഈ ഫ്യൂച്ചേഴ്സ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ഫ്യൂച്ചർ എഴുതാം എന്നുള്ള അത് എല്ലാവരോടും പുള്ളി പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറയും പുള്ളി, അത് വായിച്ചിരിക്കണം, നിങ്ങൾ എഴുതുന്നതിൻ്റെയൊക്കെ നോട്ട് കുറിച്ച് വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് പുള്ളി. അങ്ങനെ എന്താ പറയുക, നേരിട്ടുള്ള ഒരു 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 ഗുരു എന്ന് പറയുന്ന തരത്തിലാണ് അന്ന് എല്ലാവരോടും പേരും അറിയുന്നത്. എനിക്കും അങ്ങനെ ഒരു ഗുണം, ഒരു ജീവിതത്തിലൊരു വലിയ ഭാഗ്യം അങ്ങനെ എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ധാരാളം വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ അങ്ങനെ ഒരു സ്ഥിരം എഴുത്തുകാരൻ അല്ല ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ടും അതുപോലുള്ള സ്റ്റോറികൾ വന്നിട്ടുണ്ട്, മിഡിൽ പീസ് എഴുതിയിട്ടുണ്ട്, പിന്നെ സറ്റയറായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെ ഞാൻ കുറേ നാൾ അങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ ഞാൻ എൻ്റെ പത്രപ്രവർത്തനത്തിൽ കൂടുതൽ സമയവും ഡെസ്കിലായിരുന്നു. റിപ്പോർട്ടിങ്ങിൽ പിന്നെ ആദ്യം ഞാൻ കൊച്ചിയിലാണ് റിപ്പോർട്ടറായിട്ട് 2 തവണ മാറിയും പറഞ്ഞ് കൊച്ചി വന്നു. പിന്നെ കൊല്ലത്ത്. ഈ 2 സ്ഥലങ്ങളിലേ ഞാൻ റിപ്പോർട്ടിങ്ങിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ചില പ്രത്യേക റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്, ചില പാർട്ടി സമ്മേളനങ്ങൾ അങ്ങനെയുള്ള റിപ്പോർട്ട് ചെയ്യാൻ വിട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി സമയം മുഴുവൻ ഞാൻ ഡെസ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുറേയൊക്കെ കൂടുതൽ വായന അങ്ങനെയുള്ള ഇതിന് കൂടുതൽ പിന്നെ സമയം കണ്ടെത്താനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ പത്രപ്രവർത്തനത്തിലായോ അതിൻ്റെ ഒരു കാരണം എനിക്ക് അന്ന് കൊച്ചി കലൂർ ആഫീസിൽ നിന്ന് കിട്ടിയ ഒരു പഠനം ആണ് തന്നെ. അങ്ങനെയാണ് ഞാനിങ്ങനെ പത്രപ്രവർത്തകനായി മാറിയത്. പിന്നെ നമ്മൾ വാർത്തകൾ അന്ന് വരുന്നത് 2 വിധത്തിലാണ്. ഒന്ന് ടെലിഫോണിൽ വരും, മറ്റൊന്ന് കവറിലേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്നൊരു പരിപാടി, അപ്പോൾ ഞാൻ കൊച്ചി എന്ന് പറയുമ്പോൾ അന്ന് തിരുവനന്തപുരത്ത് യൂണിറ്റില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പിന്നെ കൊച്ചി, തൃശ്ശൂർ അവിടെ വരെ പോകുന്നതാണ് ഈ എറണാകുളത്തു നിന്ന് ഇറങ്ങുന്ന ഈ പത്രം. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ഇന്ന് വന്നില്ലേ കുഴപ്പമില്ല എന്നുള്ള വാർത്തകളൊക്കെ കവറിലാക്കി അതിനൊരു നിശ്ചിത സമയമുണ്ടാവും ഓരോ ജില്ലാ ലേഖകന്മാർക്കും. ആ ലേഖകന്മാർ അതൊരു പിന്നെ KSRTC ബസ്സിലാണ് കൊടുത്തേക്കുക. അപ്പോൾ ആ ഒരു കൃത്യമായി പോകുന്നൊരു KSRTC ബസ്സുണ്ട്. അവർ അത് കൊച്ചിയിൽ പിന്നെ വരുമ്പോൾ നമ്മുടെ അവിടുത്തെ ദേശാഭിമാനി ബുക്ക് ഹൗസ് ഉണ്ട്, അവിടെ ഏൽപ്പിച്ച്.
അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് വരുമ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് ആളുകൾ പോയി എടുക്കുക. അങ്ങനെയാണ് ഒരു വാർത്ത വരുന്നത്. രണ്ടാമത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ലേഖകന്മാർ വിളിക്കും. അപ്പോൾ ലേഖകന്മാരെ എങ്ങനെ ഇന്നത്തെ പോലെയല്ല, ബുക്ക് ചെയ്യണം, ട്രങ്ക് ബുക്ക് ചെയ്യണം. ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ കാത്തിരിക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ വിളിച്ചു തരും. അത് നമ്മൾ ഒരു വലിയൊരു ടേപ്പ് റെക്കോർഡറുണ്ട്. അത് പിന്നെ സിനിമയിലെയൊക്കെ റീല് പോലെ 2 തരത്തിൽ ഇങ്ങനെയുള്ള ഒരു സാധനം. അപ്പോൾ അതിലൊരു ഫോണിലൊക്കെ ഒരു സാധനം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇതിനകത്ത് അത് ചെയ്യും. അത് പിന്നെ നമ്മൾ റീവൈൻഡ് ചെയ്തിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ ഒരാൾ എഴുതിയെടുക്കുകയാണെങ്കിൽ എഴുതിയെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും ഒരു സബ് എഡിറ്ററിനെ ഏൽപ്പിക്കണം. ഇപ്പോൾ പ്രാഥമികമായിട്ട് തുടങ്ങുമ്പോൾ ഞാനൊക്കെ ആദ്യം അങ്ങനെയാണ് പിന്നെ തുടങ്ങുന്നത് ഇത്. അപ്പോൾ അതിന് ഭയങ്കര തമാശകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ ഏഴാച്ചേരി രാമചന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതാണ്. ഏഴാച്ചേരി ഒരു വാർത്ത പറഞ്ഞു കഴിഞ്ഞുടനെ പിന്നെ പിന്നെ പുള്ളി ഇച്ചിരി ഈ കയറി പ്രസ്ഥാനം പറയുന്ന കക്ഷിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ബി എന്ന് പറയുന്നൊരു ഇനിഷ്യൽ വരികയാണ്. അപ്പോൾ സാധാരണ ഇവരെല്ലാം പറഞ്ഞു തരുമ്പോൾ ഇനിഷ്യൽ ഒന്നുകൂടെ പിന്നെ എല്ലാവരും ചെയ്ത് പറയണം, കാരണം നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഉടനെ പുള്ളി പറയുന്ന വട. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. ഇപ്പോൾ കോട്ടയത്തൊരു പണിക്കരേട്ടനുണ്ടായിരുന്നു. പണിക്കരേട്ടൻ വളരെ പ്രായമുള്ളൊരു കക്ഷിയായിരുന്നു. അപ്പോൾ പണിക്കരേട്ടൻ ആദ്യം തന്നെ യന്ത്രം പിടിപ്പിച്ചോ എന്നാണ് പറയുന്നത്. യന്ത്രം എന്ന് വെച്ചാൽ ഫോണിൻ്റെ ഇത് പിടിപ്പിച്ചോ എന്നാണ് പറയുന്നത്. ഇതിനാദ്യം പറയുന്നത് പിന്നെ സീതത്തോട് രാമേശൻ 250 രൂപ, അവൻ പൈസ കൊണ്ട് അടച്ച കാര്യം ആദ്യം പറയുന്നത്. പിന്നീടാണ് വാർത്ത പറയുന്നത്. അല്ല, അങ്ങനെ ഒരു തമാശകൾ ഇതിനിടയ്ക്ക് പിന്നെ ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അത് എഴുതിയെടുത്തിട്ട് റിവൈൻഡ് ചെയ്ത് എഴുതിയെടുത്ത് സബ് എഡിറ്ററെ കൊടുക്കുക. സബ് എഡിറ്റർ അത് സബ് ചെയ്തിട്ട് ഒരു ചീഫ് സബ് ഉണ്ടാവും. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അന്ന് മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ സ്പോർട്സിൻ്റെയൊക്കെ ഒരു ലേഖനുണ്ടായിരുന്നു. ഇപ്പോൾ ലേഖനായി പിന്നെ റിട്ടയർ ചെയ്ത് പോയ രവീന്ദ്രദാസിൻ്റെ ബ്രദറാൻ ഒരു അപകടത്തിൽ പുള്ളി മരിച്ചുപോയി. അപ്പോൾ പുള്ളിയും പിന്നെ ഒരു ടി പത്മനാഭൻ, ഇപ്പോൾ 2 പേരും അവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള 2 ആളുകൾ. അപ്പോൾ അവരെ ആരെങ്കിലും ഒരാൾ അവസാനം നോക്കി തലക്കെട്ടൊക്കെ ഇട്ടിട്ട്, അപ്പോൾ കമ്പോസിങ്ങിൻ്റെ അവിടെ നിന്ന് കമ്പോസിൻ്റെ ഒരു ചീഫ് ഉണ്ടാവും. അപ്പോൾ അയാൾ വരും, അയാളെ കൊടുത്തയക്കും. അത് കമ്പോസ് ചെയ്ത് പ്രൂഫിൽ വരും. പ്രൂഫിൽ നിന്ന് പോയിട്ട് പിന്നെ അത് തിരുത്തുമല്ലോ, തിരുത്തി പിന്നെ അവിടെ മറ്റേ ഇത് ഇങ്ങനൊരു പേജ്, നമ്മുടെ പേജിൻ്റെ വലിപ്പത്തിലൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ ഇതാണ് നമ്മളിപ്പോൾ പ്രൊഡക്ഷനിലെ ചാർജുള്ള ആ കക്ഷി ഒരു പേജ് ഡിസൈൻ ചെയ്യും. അപ്പോൾ വാർത്തയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിൽ വരച്ചിട്ട് ഓരോന്നും അതിൻ്റെ പുറത്ത് എഴുതും. ഇന്ന വാർത്ത, ലീഡ് വാർത്തയിൽ ഇന്നതാണ് അങ്ങനെയൊക്കെ എഴുതി. പിന്നെ ചിത്രം വെക്കുന്നൊരു ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇത് അവിടെ കൊണ്ട് കൊടുക്കും. പ്രൂഫിൽ അതിൻ്റെ പിന്നെ ചീഫിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇതെടുത്ത് വെക്കുന്നതൊക്കെ ചീഫാണ്. അതെടുത്ത് വെക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഒരു ഇങ്ങനെ 2 കൈ കൊണ്ടും എടുത്ത് ഇങ്ങനെ വെച്ചാൽ ഒരു 10 സെൻറ്റിമീറ്ററുള്ള വാർത്ത ഉണ്ടാവും. അത് ഒരു ചെറിയൊരു പശു വന്നാൽ ആലോചിച്ച് നോക്കിയാൽ കംപ്ലീറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ കമ്പോസ് ചെയ്തെടുക്കാമെന്നുള്ളത്. പക്ഷേ അവിടെ ആ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു കുഴപ്പം വരാതെ അത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. ഇനി നമ്മളവിടെ എന്തെങ്കിലും മാറ്റം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാർത്ത എടുത്ത് നോക്കിയിട്ട് അത് വെച്ചിട്ട് മാറ്റി എടുക്കാൻ അവർക്ക് കഴിയുന്ന അത്ര പ്രാഗൽഭ്യമുള്ള ആളുകളായിരുന്നു ആ ഹാൻഡ് കമ്പോസിങ്ങിലൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് പേജിലാക്കിയിട്ട് ഇതങ്ങ് പോകുമല്ലോ. അവിടെ ചെന്നിട്ട് ഇതിലിങ്ങനെ ഒരു മഷി പടത്തിയിട്ട് ഒരു പേജ് എടുക്കും. അത് പ്രൊഡക്ഷന് ചുമതലയുള്ള ആൾ അവസാന റൗണ്ട് നോക്കും. നോക്കിക്കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ വേറൊരു പേജ് എടുക്കുന്ന ഒരു, അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. പിന്നെ ഇതിലേക്ക് പിന്നെ അക്ഷരത്തിലേക്ക് മഷി ഒക്കെ വീണ് വന്നു കഴിഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങോട്ട് വരും. അത് ആണ് പിന്നെ പ്ലേറ്റ് എടുക്കുന്നത്. ആ പ്ലേറ്റ് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര പ്രോസസ്സെന്ന് ആലോചിച്ചത്. അത് വേറൊരു ദിവസം ചിലപ്പോൾ അന്ന് ഈ ചിത്രം നമ്മൾ കൊടുക്കുന്ന ബ്ലോക്ക് എടുക്കുക എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ കൊച്ചിയിൽ അന്ന് 2 ബ്ലോക്ക് എടുക്കുന്ന സ്റ്റുഡിയോകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു സ്റ്റുഡിയോ ആയിട്ടാണ് നമ്മൾ നിരന്തരം ഇതുള്ളത്. പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നൈറ്റിരിക്കുന്ന ഒരു സമയം ജയൻ അപകടത്തിൽ മരിക്കുകയാണ്. അപ്പോൾ ആ സമയം ഞാൻ ഓർക്കുന്നില്ല, കാരണം നമ്മുടെ ഡേറ്റ് പിന്നെ ടൈമിൻ്റെ ഒരു ഘട്ടത്തിലാണ് അതറിയുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു പടം തപ്പിയെടുത്തിട്ട് അതിനകത്ത് നമ്മുടെ വണ്ടിയിൽ സ്റ്റുഡിയോ കൊണ്ടുപോകണം. സ്റ്റുഡിയോയിൽ അത് ബ്ലോക്കാക്കി തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം
ലാസ്റ്റ് എഡീഷനിലെങ്കിലും ഈ പത്രം ഈ പടം വെച്ച് ഈ വാർത്ത നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ വാർത്ത അന്ന് ആശ്രയിക്കുന്ന PTI ആണ് നമ്മളവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ PTIയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, നൈറ്റിരിക്കുന്ന ആളുടെ ജോലി അതാണ്, ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അത് ആവശ്യമുള്ള നമ്മൾ എടുക്കുക, പിന്നെ സബ് എഡിറ്റർമാർക്ക് വീതിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണത്. അപ്പോൾ അതൊക്കെ വാർത്തയൊക്കെ എഴുതി വെച്ചിരിക്കുക. ഇത് ബ്ലോക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ അത് ഒരു ടെൻഷനും അതിന് സ്ഥിതി എന്ന് ആലോചിച്ചു. അപ്പോൾ അതോ പിന്നെ കണ്ണൻ നായർ അതിൻ്റെ മേളിലാണ് കിടക്കുന്നു. പുള്ളി ഇതെങ്ങനെയോ അറിഞ്ഞിട്ട് പുള്ളി ഇറങ്ങി അവിടെ വന്ന് നിൽക്കുക. ഇത് പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ പറയണം, അന്നത്തെ ആ ഒരു അതാണ് ബ്ലോക്കിൻ്റെ അന്നത്തെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് അത് ഇറക്കുന്നത്, പത്രം ഇറക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഇതിൻ്റെ കാര്യം ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഒരു പക്ഷേ അന്നതൊരു എന്താ പറയുക, അന്ന് നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അന്ന് അതാണല്ലോ. ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ അയ്യോ എന്തൊരു പ്രയാസമായിരുന്നു തോന്നുന്നു. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നത് കൊണ്ട് പിന്നെ അങ്ങനെയാണത് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അല്ല, അങ്ങനെ പ്രയാസം എന്ന് പറയാനില്ല. നമ്മളതുമായിട്ടങ്ങ് പിന്നെ അങ്ങ് മാറുകയാണല്ലോ. ഇപ്പോൾ പ്രസ് തന്നെ ഇപ്പോൾ ആദ്യം അടിച്ചിരുന്ന തരത്തിലുള്ള പ്രസ്സല്ല. പിന്നെ നമ്മുടെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് ആദ്യം തുടങ്ങുന്ന കൊച്ചിയിലാണ് ദേശാഭിമാനി. ഓഫ്സെറ്റ് പ്രസ് അപ്പോഴത്തേക്ക് മാറി, സംഭവം മാറി. ഈ പിന്നെ ഈ ഇതിലേക്ക് എന്തോ അതിന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന്, ഞാൻ ശരിക്കും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലേക്ക് മാറ്റുന്നതൊക്കെ മാറിയിട്ട് ഇത് നേരിട്ട് പിന്നെ പ്ലേറ്റിലേക്ക് പോകുന്ന ഒരു സംഭവത്തിലേക്ക് ആയല്ലോ സംഭവം. അപ്പോൾ അതൊക്കെ വന്നപ്പോഴത്തേക്ക് അതങ്ങ് മാറി. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അവിടെയുള്ള ഉദാഹരണത്തിന് അവിടെ ഈ പിന്നെ മിഷനിൽ ഇരുന്ന ആളുകളൊക്കെ പഴയ പ്രസ്സിൽ നിന്ന് ഓഫ്സെറ്റ് വന്നപ്പോഴത്തേക്ക് അവരും അതിലേക്കൊക്കെ മാറിയല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാവരും അങ്ങനെ അങ്ങ് പോയി. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ ഫോട്ടോ കമ്പോസിങ് DTP എന്ന് പറയുന്ന സാധനം തിരുവനന്തപുരം ദേശാഭിമാനി തുടങ്ങുമ്പോഴാണ്, അവിടെയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. പിന്നെ DGP പിന്നീട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിലേക്ക് അങ്ങ് പൊരുത്തപ്പെട്ടല്ലോ. പിന്നെ ഞാനൊക്കെ ഏറ്റവും അവസാനം പഠിച്ചതാണ് ഈ DTP എന്നത്. കാരണം നമ്മൾ അവസാനം ഈ ന്യൂസ് എഡിറ്ററിൻ്റെ പൊസിഷൻ സബൊക്കെ ആയപ്പോൾ അത് സമയത്തൊക്കെ ഈ സാധനങ്ങൾ കാണണ്ടേ. അപ്പോൾ അങ്ങനെ ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ടെലഫോണിൽ നിന്ന് വാർത്ത എഴുതി എടുത്ത് പിന്നെ കമ്പോസിങ്ങിൽ കൊടുത്തെടുത്ത് നിന്ന് അവസാനം ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഈ പേജ് അടക്കം കമ്പ്യൂട്ടറിൻ്റെ ഇതിനകത്ത് ഞാൻ കാണുകയാണ്. ഓരോ ലേഖകൻ എഴുതി അയക്കുന്നത് ഞാൻ കാണേണ്ടതായ വാർത്തകളുണ്ട്. അവരിങ്ങോട്ട് ചീസപ്പ് ഇങ്ങോട്ട് തരുമല്ലോ, നമ്മൾ അവസാനം നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടാണ് ഏറ്റവും അവസാനം ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്യും. അപ്പോൾ അതിന് ഫോട്ടോ രംഗത്തും അതുപോലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ഫോട്ടോയ്ക്ക് ഡാർക്ക് റൂം, അവിടെ പോയി എത്ര നേരമായാലും ഇന്നും മെനക്കെട്ട് കഴുകി എടുത്തിട്ട് അതിനൊക്കെ ഇങ്ങനെ ഓരോന്നും. പക്ഷെ അതിനകത്ത് നമ്മൾ ആ ഫീൽഡ് നിൽക്കുമ്പോഴേ നമ്മളങ്ങ് പിന്നെ ഇതാകും. ഇപ്പോൾ നമ്മുടെ ദേശാഭിമാനത്തിൻ്റെ എല്ലാ റിപ്പോർട്ടർമാരും പിന്നെ DTP കമ്പോസ് വേണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചാളുകൾക്ക് ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവസാനം അന്ത്യശാസനം കൊടുത്ത് ഇതിനകത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചല്ലേ പറ്റൂ എന്നുള്ള തരത്തിൽ അങ്ങനെയായി. പക്ഷെ ഇതൊരു നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു ഘടകമുണ്ട്. ഏത് ജോലിയാണെങ്കിലും നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഏത് നമ്മൾ പഠിക്കും. ഇപ്പം പിന്നെ ഈ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് മനോരമയിലെ തോമസ് ജേക്കബ് ഒരു ക്ലാസ് എടുത്ത് എനിക്ക് പണ്ടത്തെ ഓർമ്മയുണ്ട്. അത് അന്ന് നമ്മൾ പഠിച്ചത് അത് ഫോട്ടോ അത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരയ്ക്കണം, ഇതിൻ്റെ സ്കെയിൽ വെച്ച് അളന്നിട്ട് ഇങ്ങനെ വേണം, ഇങ്ങനെ ഇത്ര കോളം എന്ന് പറയുമ്പോൾ 4.5 ഒരു കോളം, അപ്പോൾ 2 കോളം എന്ന് പറയുമ്പോൾ 9 ഇങ്ങനെ അവിടെ സ്കെയിൽ വെച്ച് വളർത്ത് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ആണെന്ന് ഫോട്ടോ എഡിറ്റിങ് നടത്തുന്നത് ഇപ്പോഴും. അപ്പോൾ അവിടം തൊട്ട് കണ്ട് പരിചയിച്ചതാണ് ഞാൻ. അതുകൊണ്ട് അവിടം തൊട്ട് ഈ പത്രപ്രവർത്തനത്തിൻ്റെ ആ വളർച്ചയിൽ ശരിക്ക് ഒരു പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരവും സന്തോഷകരവുമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അത് ഞാൻ പിന്നെ ഒരു റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് രാത്രി 12 മണിയാകുമ്പോഴാണ് കൊച്ചി റിഫൈനറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി. ഞാനതിൻ്റെ മേളിൽ നിന്ന് കയറി കിടക്കുന്ന സമയത്താണ് അന്നേരമാണ് വിളിച്ചു പറയുന്നത്. ഫോട്ടോഗ്രാഫർ അന്ന് സ്ഥിരമായിട്ടില്ല. പിന്നെ ഈസ്റ്റ്മാൻ ആൻ്റണി എന്ന് പറഞ്ഞിട്ട്
പിന്നെ പ്രസിദ്ധനായ സിനിമയിലും ഒക്കെ വന്നൊരു കക്ഷിക്ക് കലൂർ ഇപ്പോഴത്തെ ആ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ക്യാമറാമാനാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആകെ നമുക്ക് അവിടെ ഒരു ജീപ്പാണ് ഉള്ളത്. ആ ജീപ്പിലാണ് പത്രക്കെട്ട് സമയം വണ്ടി എന്താണ് ട്രെയിൻ അയക്കേണ്ടത് ഇതെല്ലാം കൊണ്ടുവന്നതും ഇതാണ്. ഇത് അവസാനം തൊട്ട് അന്നത്തെ ആഫീസിൻ്റെ മുമ്പിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അത് കണ്ണനായുടെ ഭയങ്കര സുഹൃത്താണ് ആ വർക്ക്ഷോപ്പിൻ്റെ ഉടമസ്ഥൻ. അയാൾ അവിടെ നന്നാക്കാൻ കൊണ്ടുവന്ന് ഇട്ടിരുന്ന ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ആ ഫോട്ടോഗ്രാഫറെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിങ്ങിന് ഒക്കെ പോകുന്നത്. അവിടെ ചെന്ന് അറിയാമല്ലോ, വല്ലാത്തൊരു ഇതിലായിരുന്നു. അതൊരു വല്ലാത്ത ഒരു ടെൻഷനുണ്ടായതും ഒരു ത്രില്ലിങ്ങായ ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ ഒരു റിപ്പോർട്ടിങ് ഉണ്ടായി. അതുപോലെ ഈ പിന്നെ പെരുമൺ ദുരന്തം ഉണ്ടായപ്പോൾ ആ ദേശാമാരുടെ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു, ബാബുവും ഞങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതൊരു ഒരു അനുഭവമായിരുന്നു വല്ലാത്ത ഒരു. പിന്നെ ഈ പിന്നെ എക്കൈ മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല. ബാക്കിയുള്ള നേതാക്കന്മാരുടെ അത് സ്വഭാവമാണ്. ഞാൻ കോട്ടയത്ത് ന്യൂസിലായിരുന്ന അവസരത്തിലാണ് EMS മരിക്കുന്നത്. EMS നയനാർ ഇവരൊക്കെ മരിക്കുന്ന ആ സമയത്ത് അപ്പോൾ അത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കിയൊരു സമയമാണ്. അപ്പോൾ എന്നെ ഇവിടെ വന്നൊന്ന് കാണണമെന്നുള്ള ഒരു വല്ലാത്ത ഒരു ആഗ്രഹവും അവിടെ ഇട്ടിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ. ആ ഒരു അങ്ങനെ കുറേ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നയനാരുടെ മരിച്ചപ്പോൾ വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഇവരുടെ എല്ലാ റിപ്പോർട്ടിങ്ങിന് ഞാൻ കൂടെ പോയിട്ടുള്ളതാണ്. യാത്ര കൂടെ പോകാൻ ഏറ്റവും പറ്റിയ കക്ഷി നയനാരാണ്. കാരണം ടെൻഷൻ അടിപ്പിക്കത്തില്ല. അറിയാമല്ലോ, പുള്ളിയൊരു ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ വിഷയം. പിന്നെ EMS നേരെ തിരിച്ചാണ്. സംസാരിക്കത്തൊന്നുമില്ലല്ലോ. പുള്ളി കാറിൽ കഴിയുന്ന പിന്നെ ആ കാറിനകത്ത് നമുക്ക് സംസാരിക്കാനും പറ്റത്തില്ല. നമുക്ക് ഒരു വല്ലാത്ത ഇതാണ്. പുള്ളി പിന്നെ അവിടെ പ്രസംഗിക്കാൻ കയറും, പ്രസംഗിച്ച് കഴിഞ്ഞ് വന്നു പോയി. പിന്നെ ഇവരൊക്കെല്ലാം ഒരു കോമൺ സ്വഭാവമുണ്ട് കേട്ടോ. ഈ നമ്മൾ കൂടെ പോകുന്ന ആളുകളെ നമ്മുടെ ദേശാമാരുടെ റിപ്പോർട്ടർമാരും ക്യാമറാമാനും ഒക്കെ ഉണ്ടാവും, അല്ല പിന്നെ ഇവരൊക്കെ ഉണ്ടാവുമല്ലോ, ഫോട്ടോഗ്രാഫർമാരും എല്ലാം ആണ്. അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തിരക്കും കൂടെ വരുന്നവരുടെ. അതല്ല, അതിനാരാന്ന് തമാശക്കാണ് പിന്നെ പുള്ളിയുടെ ഓരോരുത്തർ പറയുന്നത്. അവനാന്നേ ഇത് മതി, ഭാര്യക്കാന്നേ കഞ്ഞി മതി, ഇങ്ങനെ പറയുന്ന വിഷയപ്പെടുന്നതിൻ്റെ അത് അങ്ങനെ ഒരു പരിഗണന ഇവരെല്ലാം ഞാൻ ഉണ്ട്. പിന്നെ നയനാരാന്ന് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കൊക്കെ പുള്ളി പ്രസംഗിച്ച് ആരെയൊക്കെ പറയും, ഞാൻ അവനിട്ടൊന്ന് ചാമ്പ്യടാ ചാമ്പ്യ. അതുപോലെ അയാൾ VS വേഷമൊന്നും പറയത്തില്ല. VS അറിയാമല്ലോ, വളരെ ഓരോരുത്തരും ഇങ്ങനെ പിന്നെ ഇരിക്കുന്ന ആളാണ്. അതിലേറ്റവും പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോകാൻ പറ്റിയ കക്ഷി എൻ്റെ അനുഭവത്തിൽ നയനാർ മാത്രമാണ്. നമ്മളെ ഒരു ടെൻഷനും ഇല്ല നമ്മളെ ഇതിൽ പോകുന്നത്. അങ്ങനെ വളരെ വലിയ ഒരു എടുത്തു പറയത്തക്ക അനുഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ അത് പോയിട്ടുണ്ട് എന്നുള്ളതല്ലായിരുന്നു. പിന്നെ EMSൻ്റെ പോയ 1-2 സമയത്തുകളിൽ പുള്ളിയുടെ ലേഖനങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ചിന്തയിലെ ചോദ്യോത്തരമൊക്കെ എഴുതാൻ എനിക്ക് 1-2 പ്രാവശ്യം അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഒരു രസകരമായ അനുഭവമാണ്. കാരണം ഇത് ഇങ്ങനെ അങ്ങ് പറയുകയാണല്ലോ. എന്നിട്ട് എന്തെങ്കിലും പിന്നെ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ പ്രസംഗിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത്. ഒരു ചോദ്യം ചോദിപ്പോൾ ചോദ്യകർത്താവ് ഇങ്ങനെ ആയിരുന്നില്ല ചോദിക്കേണ്ടതെന്നും പറയാനാണ് മിക്കവാറും ചോദ്യത്തിനുള്ളിൽ തുടങ്ങുന്നത്. എന്നിട്ട് മാർക്സിൻ്റെ എംഗൽസിൻ്റെ ഒക്കെ ഒന്ന് കോട്ട് ചെയ്ത് അതിങ്ങനെ പറയുകയാണ്. അത് ഇതിലെഴുതി കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് വായിച്ചു നോക്കും, എന്തെങ്കിലും അക്ഷരപ്പശവോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ വായിച്ചു നോക്കിയിട്ട് അങ്ങനെ അങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പിന്നെ പല ദിവസങ്ങളായിട്ട് എനിക്ക് ഈ കൊല്ലത്തും കൊച്ചിയിലും ഒക്കെ ഇരുന്നപ്പോൾ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ഇവരുടെ കൂടെ റിപ്പോർട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള. അത് പിണറായിയുമായിട്ട് മാത്രമേ ഉള്ളൂ അധികം എനിക്ക് അങ്ങനെ ഉണ്ട്. ഒന്ന് കോട്ടയത്തുള്ളപ്പോൾ ഒരു പൊതുയോഗം മാത്രമേ ഞാൻ പുള്ളിയുടെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ളൂ. ബാക്കി അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ സെക്രട്ടറിമാരുമായിട്ടും പരിപാടികൾ വരുമ്പോൾ അതായത് സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണല്ലോ പോകേണ്ടത്, അങ്ങനെ പോയിട്ടുണ്ട്. അതിലെ പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ മോഹനേട്ടനെ കുറിച്ചാണ്. കെ മോഹനൻ. ഈ പുള്ളി ഡെസ്കിലൊക്കെ വന്ന് എപ്പോഴും തമാശക്കെ എന്ന് പറയും. അതിന് പുള്ളിക്കായിട്ടൊരു റീസണുണ്ട്.
ഒരു ഡെസ്കിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പണിയെടുത്താൽ 2 ദിവസം പോക്കാം. 2 ദിവസം നഷ്ടമാകുന്ന തരത്തിലുള്ള ടെൻഷനാണ് അവർ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഒരു അന്തരീക്ഷം എല്ലാവരും കൂടെ അങ്ങ് കയറി അങ്ങ് ഗൗരവത്തിലെങ്ങിരുന്ന് ഇത് ആക്കരുതെന്ന് പുള്ളി നിർബന്ധമായിട്ടും പറയുമായിരുന്നു. പിന്നെ പുള്ളി ഒരു കാര്യം കൂടെ പറയും, പത്രപ്രവർത്തകരാണ്, ഒരു നാഴി കയറത്തില്ല. അങ്ങനെ ഒരു ഈഗോ ഉണ്ടല്ലോ, അത് എവിടെ ഉണ്ടല്ലോ, എല്ലായിടത്തിലും ഉണ്ടല്ലോ. അപ്പോൾ ആ അന്തരീക്ഷം അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ പരമാവധി നിങ്ങൾ റിലാക്സ് ചെയ്തൊക്കെ വേണം പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അത് പിന്നെ ഒരു ചില ആളുകളെ ഇപ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ ന്യൂസ് റിട്ടറായിരുന്ന അവസരത്തിൽ അബ്ദുറഹ്മാൻ ഭയങ്കര ഇതാണ്, അത് നമ്മുടെ ഒരു ടെൻഷൻ ഉണ്ടാക്കത്തില്ല. പിന്നെ പത്മനാഭന് ഉള്ള പുള്ളിക്ക് അങ്ങ് ടെൻഷനാണ്. പുള്ളി അത് ഒരു മിനിറ്റ് ഒരു വാർത്ത എന്ന് എഴുതി താമസിച്ചു കഴിഞ്ഞാൽ പുള്ളി ടെൻഷനാണ്, ഇപ്പോൾ എഴുതുന്ന ആളിന് ടെൻഷൻ അടിക്കും. ചിലർ അങ്ങനെയാണ്, ഒരു ഇതുള്ള രീതിയിലുള്ളതാണ്. പക്ഷേ മൊത്തത്തിൽ പിന്നെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ആളുകൾ അത് എഴുതാൻ നമ്മളിപ്പോൾ ചീഫ് സബ് കൊടുക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അത് ആളറിഞ്ഞു കൊടുക്കണം. ഇപ്പോൾ പിന്നെ സ്പോർട്സിൻ്റെ ഒരു സാധനം വരുവാണെങ്കിൽ സ്പോർട്സ് അത് ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടാവും, ആയി കൊടുക്കണം. സിനിമയാണ് അങ്ങനെ കൊടുക്കണം. മറ്റേ പൊളിറ്റിക്സ് അതെല്ലാം ഒരു അതൊരു വാർത്തയല്ല, ഒരു ഫീച്ചർ പോലെ ചെറുതാക്കി എഴുതേണ്ടതാണെന്ന് പറഞ്ഞാൽ അത് എഴുതാൻ കഴിവുള്ള ആളുണ്ട്. അപ്പോൾ അതിൻ്റെ ചുമതല, ഡെസ്കിൻ്റെ ചുമതലയുള്ള ആളിന് ആദ്യം വേണ്ടത് ഈ പിന്നെ കൂടെ ഇരിക്കുന്ന ആളുകളുടെ, നമ്മുടെ നാടൻ ഭാഷ പറയത്തില്ലേ, അറിയുന്നതിനെ വേണം കോഴി കൊടുക്കാനെന്ന് പറയുന്ന പോലെ, അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവർക്കും ഒരു ഇതാവും, പിന്നെ അന്തരീക്ഷവും ഇതാവും. നമ്മളെന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് അതെനിക്ക് 15 മിനിറ്റ് കിട്ടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഈ ആൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. നമ്മളത് എഴുതി നമ്മുടെ സമയം അറിയാമല്ലോ എന്നൊന്ന് പറഞ്ഞാൽ മതി, അവനെ മനസ്സിലാവുകയും ചെയ്യും, അത് എഴുതി തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഡെസ്കിൽ നമ്മൾ പിന്നെ ഇതായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമായിരുന്നു. ഞാൻ ന്യൂസ് എഡിറ്ററാകുന്ന അവസരങ്ങളിലൊന്നും ഡെസ്കിൽ അങ്ങനെ ഒരു ടെൻഷനോ പരസ്പരം ഒരു തർക്കമോ സംഘർഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ഒരാൾക്കോ അന്ത്യശാസനം കൊടുക്കാറൊന്നുമില്ല, എങ്ങളിപ്പോൾ അരമണിക്കൂറിനോ എനിക്ക് എഴുതി തരണം, അങ്ങനെ റിപ്പോർട്ടർമാരോടും അങ്ങനെ പറയാറില്ല. അവരോടൊക്കെ നമ്മൾ സമയം അറിയാമല്ലോ, ആ സമയത്തിന് മുമ്പ് ഇവിടെ കിട്ടണേ, ഇല്ല നാളെ പത്രത്തിൽ വരത്തില്ല, ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ചൂടാവുമല്ലോ ചില ആളുകൾ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ടെൻഷൻ ഉണ്ടാകുന്നത്. അത് എല്ലാവരും കൂടെ വിചാരിച്ചാൽ ഡെസ്കിലെ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം പിന്നെ പറയേണ്ട കാര്യമല്ലോ, അത് ഒരു ഇതിലായതുകൊണ്ട്. അന്ന് ഇപ്പോൾ ദേശാഭിമാനിയുടെ ഒരു ടീമിൽ ആയതുകൊണ്ട് പറയാണ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ഈഗോ ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ പൊതുവായ ഒരു താല്പര്യമുണ്ടല്ലോ, ആ താല്പര്യത്തിൻ്റെ താഴെയാണ് ബാക്കിയെല്ലാം വരുന്നത്. അതാണ് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം. അതാരെ ഇപ്പോൾ ഒരാൾ പോയി, ഇപ്പോൾ ഞാൻ പോയി വേറെ ആൾ വന്നു കഴിഞ്ഞാലും ആ അന്തരീക്ഷം അങ്ങനെയാണ് അവിടെ അല്ലാതെ വേറെ ഞാൻ വലുത് മറ്റോ ചെറുത് എന്നുള്ള ഒരു ഇതിൽ ഉണ്ടാവും ഉള്ളിൽ. പക്ഷേ അത് മൊത്തത്തിലുള്ള ഒരു താല്പര്യത്തിൻ്റെ താഴെ നിൽക്കുന്നത് കൊണ്ട് ദേശാഭിമാനിലെ ഡെസ്കിലൊക്കെ വരയ്ക്കാനായിട്ട് നല്ല അന്തരീക്ഷം. ഞാൻ സബ് എഡിറ്ററായിട്ട് അല്ലേ തുടങ്ങിയത്. ആ സമയത്ത് തൊട്ട് ഇപ്പോൾ മോഹൻദാസ്, പത്മനാഭൻ, പിന്നെ AK ഗോപാലകൃഷ്ണൻ, നമ്മുടെ അബ്ദുറഹ്മാൻ, ഇങ്ങനെ അവരോടൊക്കെ പിന്നെ വർക്ക് ചെയ്ത് വന്നതാണല്ലോ. അവരൊക്കെയാണ് ശരിക്കും അന്നത്തെ ആ രീതിയിൽ നമ്മുടെ ഒരു മുൻഗാമികളായിട്ട് പോയ കക്ഷികളാണ്. ബ്യൂറോയിലെ പിന്നെ തർക്കങ്ങൾ പല, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ചീഫ് സബ് ആയിരിക്കുന്ന സമയത്തൊക്കെ ചില ആളുകൾ തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. അത് പിന്നെ നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷേ അത് അവർ രണ്ടുപേരെയും വിളിച്ചിരുത്തി, ചിലപ്പോൾ മോനേട്ടനായിരിക്കും അല്ലെങ്കിൽ ന്യൂസ് വെച്ചാൽ അവരുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് സംസാരിച്ച് അത് അങ്ങനെ തീർത്ത് പോകാനുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ബ്യൂറോയിൽ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ടൈം, അവിടെയാണ് ഈ തർക്കം വരുന്നത്, വേറൊന്നുമല്ല. ഇപ്പോൾ 8 മണിക്ക് നമുക്ക് പിന്നെ ലാസ്റ്റ് ഐറ്റം 8 മണിക്ക് പോകേണ്ടതാണ് അത് നമ്മളൊരു ഡേറ്റ് ടൈം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് ഒരു അരമണിക്കൂർ മുമ്പ് കിട്ടിയെങ്കിലല്ലേ നമുക്കിത് സംഭവം ശരിയാക്കാൻ നോക്കുമോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കിട്ടാതെ നമ്മൾ കിടന്ന് വിളിക്കും ഡെസ്കിൽ. ഇത് അവർക്ക് ഭയങ്കര ഇതാണ്, ടെൻഷനാണ്. അങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. പിന്നെ ചില അത് എനിക്ക് കിട്ടിയില്ല, അസൈൻമെൻറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടാകാം. അത് സ്വാഭാവികമല്ലേ, മനുഷ്യനല്ലേ, ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഇതിലൊക്കെ വരുന്നതല്ലേ. പക്ഷെ അത് പരമാവധി നമ്മളത്
അങ്ങനെ പറഞ്ഞു നിർത്തി അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ദേശാഭിമാനിയിലുള്ളത്. അതായത് കൂടുതൽ അങ്ങ് പാസ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ മേളിലുള്ള ആളുകളുടെ ഇടപെട്ട് അതങ്ങ് തീർക്കത്തുള്ളൂ. പക്ഷേ ആ ഡെസ്കിലൊരു പരസ്പര ബഹളമോ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളോ ഒന്നും ഡെസ്കിൽ അത് ഉണ്ടായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് നേരെ അവകാശികൾ എന്നുള്ളതാണല്ലോ എൻ്റെ ബേസിക്. അപ്പോൾ താഴെ നിന്നുള്ള സഹാക്കൾ തൊട്ട് ഉന്നത നിലവാരത്തിലുള്ള സഹാക്കൾ വരെ വാർത്തകൾ വന്നില്ലെങ്കിൽ പിന്നെ പറയുന്ന ഭാഷയിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും അത് അങ്ങനെ പ്രതികരിക്കാറുണ്ടായിരുന്നെന്ന് നമുക്ക് പറയും. പഴയ കാലത്താണെങ്കിൽ പിന്നെ നമ്മളൊക്കെ പിന്നെ ഇറങ്ങി നടന്ന് പിന്നെ പൈസ പിരിച്ചുണ്ടാക്കിയിട്ടാണ് നീയൊക്കെ അവിടെ ഇങ്ങനെ വലിയ ഫാനിൻ്റെ കീഴിയൊക്കെ ഇരിക്കുന്നത്. അന്ന് ഫാനാണ് വലിയ ആഡംബരം, ഫാനിൻ്റെ കീഴിയൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് ആ വാർത്ത അത് വന്നില്ല, അത് നാളെയെങ്കിലും വരണം, അത് ഈ പ്രദേശത്തൊരു വലിയ ഇതുള്ളതാണ് എന്നുള്ള തരത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ ഇഷ്ടം പോലെ പിന്നെ പരാതികളുണ്ടാവും. എനിക്കാണെങ്കിൽ ഒരിക്കലും ഒരു വാർത്ത സംബന്ധിച്ചൊരു അപകടവും പറ്റി. ഒരു പിന്നെ വാർത്തയിലൊരു നമ്മുടെ മൂവാറ്റുപുഴ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അടി നടന്നു. അതിൽ പിന്നെ SFIയുടെ പെട്ട ഒരു പയ്യന്, ആ പയ്യൻ അതിനകത്ത് ശരിക്കും അവനത് ഇൻവോൾവ് ഉള്ളതായിരുന്നു. പക്ഷേ ആ പിന്നെ പയ്യൻ്റെ അച്ഛനും അമ്മയും പാർട്ടിയുടെ ഒരു ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ആ അമ്മ വിളിച്ചിട്ട്, ഞാനന്ന് റിപ്പോർട്ടിങ്ങിലായിരുന്നുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവനതിനകത്തൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റും. അത്ര ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഞാനത് പിന്നെ ആ രീതി ഞാനത് ഉരുട്ടിപ്പരട്ടി അങ്ങ് സംഗതി വിട്ടു. പക്ഷിപ്പിച്ച് അവിടെ ബാക്കി പാർട്ടിക്കാരൊക്കെ അങ്ങ് ഭയങ്കര എതിരായി. അവർ കണ്ണനാരെ വിളിച്ച് ഭയങ്കര പ്രാധാന്യം. കണ്ണനാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ അങ്ങനെ അങ്ങനത്തെ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നാര് പറഞ്ഞതാണ്. അന്ന് എന്നോട് പറഞ്ഞു, EMS പറഞ്ഞാലും ശരി അവിടുന്ന് തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കൊടുക്കുക, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരാളും ഇടപെടത്തില്ല, ഇടപെട്ടാൽ താൻ അത് കേൾക്കുകയും വേണ്ട എന്നൊരു പാഠം എന്നോട് അന്ന് പറഞ്ഞു. അത് അത്ര ഒരു ഇതിൽ നിൽക്കുന്നൊരു കക്ഷിയായിരുന്നു. പിന്നെ പത്രത്തിൽ വാർത്ത വന്നാലും കാണാത്ത നേതാക്കന്മാരുണ്ട്. അതിൻ്റെ പേര് പറയുന്നില്ല, ഒരു 4 കോളത്തിലൊരു അതിൻ്റെ ഒരു പ്രസംഗം വന്നതാണ്. ഞാൻ കോട്ടയത്തിരിക്കും വരാം. പത്രത്തിൽ വന്നിട്ടുണ്ട്. പത്രത്തിൽ വന്ന് പിന്നെ പിന്നെ അടുത്ത ദിവസം രാവിലെ ഇദ്ദേഹം വിളിച്ചിട്ട്, ഞാൻ ഇവിടെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, പത്രത്തിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല സഭ ഇന്ന പേജിലുണ്ടല്ലോ, അത് എത്ര അവിടെ ഞാൻ കണ്ടില്ല. എങ്ങനെയുള്ള വായിച്ചിട്ടുണ്ടാവില്ലേ, പറിച്ചൊക്കെ പോയിട്ടുണ്ടാകും. പിന്നെ ഇത് വലിയ ബാനറിലൊക്കെ ആയിരിക്കില്ലല്ലോ വന്നത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും, അതായിരിക്കും വന്നില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ കൂടെ ഡെസ്കിൽ പാപ്പൻ ചേട്ടൻ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പഴയ നമ്മുടെ മീഡിയ പ്രസ് അക്കാഡമിയിൽ അധ്യാപനമൊക്കെ ആയിരുന്നു പാപ്പൻ ചേട്ടൻ. പാപ്പൻ ചേട്ടനാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വിളിച്ച്, പിന്നെ ഒരിക്കൽ ആലുവയിലെ അവിടുത്തെ ഒരു സെക്രട്ടറി വിളിച്ചിട്ട് ഒരു വാർത്ത വന്നില്ല എന്ന് പറഞ്ഞ് പാപ്പൻ ചേട്ടനാണ് ഫോണിലത്തെ. അപ്പോൾ വാർത്ത സ്ഥിതിക്ക് വന്നിട്ടുണ്ട്. പാപ്പൻ ചേട്ടൻ പറഞ്ഞു, അത് വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി, വാർത്ത വായിച്ച് കേൾപ്പിക്കുക ഞങ്ങളുടെ ജോലി അല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര പ്രശ്നമായി. സ്ഥിരമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് അവസാനം കണ്ണനാരെന്ന് സംസ്ഥാനം വലിയ മെമ്പറ കണ്ണനാരുടെ മണ്ടയ്ക്ക് കണ്ണനാർ വന്നു. അവിടെ വന്ന് പാപ്പൻ ചേട്ടാ എന്താ പറ്റിയത്? അത് ഇന്ന പോലാണ് പത്രത്തിൽ വാർത്ത വന്നിട്ട്, പിന്നെ അത് ഞാൻ പിന്നെ വായിച്ച് ചെയ്യിപ്പിക്കണം. അത് പത്രം നോക്കാതെ പിന്നെ വാർത്ത വന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് പ്രശ്നം. അപ്പോൾ ഞാൻ പിന്നെ അത് അപ്പം തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ മറുപടി പറഞ്ഞു. പാവചേട്ടൻ അന്ന് പ്രായമുള്ളൊരു കക്ഷിയൊക്കെ ആയിരുന്നുണ്ട്, വലിയ ഇതൊന്നും ആയിരുന്നില്ല. ഈ പാവചേട്ടൻ്റെ പറയുമ്പോൾ ഞാൻ ഈ ഡെസ്കിലൊക്കെ ഉള്ളൊരു സഹായം പറയാതിരിക്കാൻ നിർഭവമില്ല. ചില പിന്നെ കാര്യങ്ങളിൽ പാവചേട്ടൻ്റെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത ഇപ്പം നമ്മൾ എഴുതുകയാണ്. ഇപ്പോൾ KK നായർ അധ്യക്ഷനായിരുന്നു, അധ്യക്ഷത വഹിച്ചു എന്ന് അന്നത്തെ ഒരു പിന്നെ സ്റ്റൈൽ അങ്ങനെയാണ്. ഉടനെ പാപ്പൻ ചേട്ടൻ അവിടെ നിന്ന് ഇതുവരെ കസേര എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അയാൾ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും മറക്കത്തില്ല. ആ ഒരു വായ നമ്മൾ എഴുതുമ്പോൾ അധ്യക്ഷനായിരുന്നു എന്നും അവിടെ നിർത്തും. അതുപോലെ പിന്നെ തലക്കെട്ടൊക്കെ എഴുതുമ്പോൾ പിന്നെ
സെമിനാർ സംഘടിപ്പിച്ച്, പിന്നെ സെമിനാർ സംഘടിപ്പിക്കുകയല്ലാതെ എന്ത് ചെയ്യുന്നത്? ഒരു സെമിനാറെന്ന് എഴുതിയാൽ പോരെ, അതിന് ഈ സെമിനാർ സംഘടിപ്പിച്ചെന്നും പറഞ്ഞാൽ തറക്കിട്ട് ഇങ്ങനെ കുറേ ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടോ നമ്മുടെ ഈ സബ്ബിങ്ങിലൊക്കെ നല്ല രസമായിട്ട് പറയുന്ന ഒരു കക്ഷിയാണ്. അത് മറക്കത്തില്ല. അത് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളപ്പം പാപ്പഞ്ചേട്ടനെ ഓർക്കും. അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. അപ്പോൾ ഈ പാപ്പഞ്ചേട്ടൻ പ്രസ് അക്കാദമിയുടെ അതിന് ശിഷ്യനായിട്ട് വന്ന കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പുള്ളി അവിടെയും പഠിപ്പിക്കുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞു. വാർത്തയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ നെഹ്റുവും പിന്നെ പാകിസ്ഥാൻ പ്രസിഡൻറ്റും തമ്മിൽ സംഭാഷണ സൗഹൃദപരമായിരുന്നു. പിന്നെ എന്തോ അമ്മ അടിയുണ്ടാക്കാൻ പോയെന്ന് അവിടെ. നിസ്സാര കാര്യങ്ങളാണെങ്കിലും നമുക്കത് ചില കാര്യങ്ങൾ ഇപ്പം ഞാനീ പറഞ്ഞതല്ല, അത് വേറൊരു ഇത് ബാക്കിയുള്ളത് നമുക്ക് തിരുത്തി എഴുതാനൊക്കെ ഉള്ള നല്ല ഒരു ഇത്, അങ്ങനെ ഒരു വലിയൊരു സഹായമുള്ള കക്ഷിയായിരുന്നു പാപ്പച്ചേട്ടൻ. പുള്ളി നേരത്തെ പിന്നെ ഇൻ്റർനെറ്റ് പ്രസ്സിലൊക്കെ ആയിരുന്നു, അവരുടെ പിന്നെ നിയമകാര്യ ലേഖനമൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് ദേശാമാന്യം വന്ന് ചീഫായിട്ടൊക്കെ ഒന്ന് ജോലി ചെയ്തിരുന്ന ആളാണ്. ഞാൻ കൂടെ അന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളെ ഇങ്ങനെ ഓർത്താണ്. അതിൽ പാപ്പച്ചേട്ടൻ്റെ അതുപോലെ ഈ മോഹൻദാസ് അവർക്ക് വളരെ സഹായകരായി നമ്മളെ പിന്നെ ട്രാൻസ്ലേഷൻ ധാരാളം എനിക്ക് തന്നിട്ടുള്ളത്. കട്ടീസ് ടി പത്മനാഭൻ ഒക്കെ നമ്മളെ അങ്ങനെ ഒരു നല്ല ഒരു പ്രോത്സാഹനം ഞാൻ പറയില്ല. ആദ്യത്തെ പി ജി തൊട്ട് ഇങ്ങോട്ട് എല്ലാവരുടെയും ഒരു വലിയ സഹകരണം കിട്ടിയതുകൊണ്ടാണ് അവിടെ ആ രീതിയിൽ എനിക്ക് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ആളുകൾ മാറി വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ മാറും. ഇപ്പോൾ നേരത്തെ പിന്നെ പാർട്ടി പത്രമാണ് എന്ന് പറയുന്നത്. EMS എത്രയോ വർഷം മുമ്പ് ഞാൻ 79 തൊട്ട് EMS അവിടെ വന്ന് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പിന്നെ പറയാറുണ്ട്, നമ്മുടെ പാർട്ടി പത്രമാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും, പക്ഷേ ഇതൊരു പൊതുപത്രവും കൂടിയാണ്. ആ വേർതിരിവ് തിരിച്ചറിഞ്ഞ് പത്രം ഇറക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അന്ന് തൊട്ട് പിന്നെ തുടങ്ങിയ പിന്നെ അത് തന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് പലരും വന്ന് മാറി വന്നൊരു ഇതൊക്കെ ആയി. പിന്നെ ഒരു സിസ്റ്റമൊക്കെ വന്ന് ശൈലി തന്നെ മാറി എത്രയോ തിരുത്തി ഇതൊക്കെ ആയിട്ടാണ് അതങ്ങനെ ഒത്തിരി ആളുകളുടെ നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ഒരു നിതാന്ത പരിശ്രമം ഈ പത്രം ഇപ്പോൾ ഇറങ്ങുന്ന ആ ശൈലി. ഇപ്പോൾ ഓരോ ആർക്കും അങ്ങനെ ഒരു പരാതി വേണമെങ്കിൽ പറയാമെന്നുള്ളതല്ലാതെ അറിയേണ്ട എല്ലാ പൊതുവാർത്തകളും ഇതിനകത്തുണ്ട്, പാർട്ടി വാർത്തകൾ വരുന്നുണ്ട്. ആ ഒരു പ്രൊഫഷണൽ പത്രമാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ വർക്കും അങ്ങനെ ആയിട്ടുണ്ട്. പണ്ട് ഇപ്പോൾ 3 മണിക്ക് ആകെ ഒരു യോഗമാണ് കൂടുന്നത് എഡിറ്റോറിയലിൽ. PG ഒക്കെ ഉള്ള സമയത്ത് PG വരും, കണ്ണൻ നായർ മസ്റ്റായിട്ട് പങ്കെടുക്കും. കണ്ണൻ നായരുടെ ഒരു എന്താ വെച്ചാൽ അന്ന് പിന്നെ മലയാളം എക്സ്പ്രസ് പത്രമുണ്ട്, തൃശ്ശൂർ നിന്ന് ഇറങ്ങുന്നതാണ്. പിന്നെ കോട്ടയത്തു നിന്ന് ഇറങ്ങുന്നതാണ് മനോരമയും ദീപികയും. ഇതെല്ലാം പുള്ളിയുടെ ഈ പത്രം വരും. അപ്പോൾ നമ്മുടെ പത്രത്തിൽ ആ വാർത്ത വന്നില്ല എങ്കിൽ പുള്ളി അതിൻ്റെ സമയം കണ്ടു. നമ്മളിവിടെ നിന്ന് എപ്പോഴാണ് വാർത്ത പിന്നെ പത്രം അയക്കുന്നത്, പിന്നെ മനോരമ എത്ര മണിക്കാണ് കോട്ടയത്ത് അടിക്കുന്നത്, മലയാളം എക്സ്പ്രസ് എപ്പോഴാണ് അടിക്കുന്നതെന്ന്. അപ്പോൾ ഈ വാർത്ത തൃശ്ശൂരെ വാർത്തയാണ്, അവിടെ നമ്മുടെ പത്രത്തിൽ അവിടെ വന്നില്ല, പക്ഷേ എക്സ്പ്രസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമയമൊക്കെ പുള്ളി കണക്ക് കൂട്ടി വന്നിട്ടാണ് യോഗത്തിൽ പങ്കെടുക്കുക. എന്നിട്ട് പുള്ളി പറയാം അതായത് വന്നില്ല, അപ്പോൾ ഇവിടെ വന്ന ഒരു പാളിച്ചയാണ്, അതെന്താണെന്ന് പരിശോധിക്കണം. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. ഈ യോഗങ്ങളിലൊക്കെ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര. കടന്നേരം അതിൻ്റെ മേളിൽ തന്നെയായിരുന്നു താമസം. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല, അറിയാമല്ലോ. അപ്പോൾ പിന്നെ പുള്ളി അപ്പോൾ അവിടെ ഒരു വളരെ സിസ്റ്റമാറ്റിക്കാണ് ലൈഫൊക്കെ വളരെ ഇതൊക്കെ ആയിട്ട് സിമ്പിളും ഇതൊക്കെ ആയിട്ടാണ് ഇതിനെ A to Z അതിൻ്റെ പുള്ളി പത്രത്തിൻ്റെ ഇതിൽ രാവിലെ ഒരു പിന്നെ 9 മണിക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കമ്പോസിങ് ചെയ്യുന്ന ആൾ വരണം, മാനേജ്മെൻറ്റിലുള്ള ആളുകളൊക്കെ വരണമല്ലോ. അപ്പോൾ ഒരു പിന്നെ 10 മണിയാകുമ്പോൾ കിടന്നാല അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡെസ്ക്കുണ്ട്. ഡെസ്കിൻ്റെ അപ്പുറത്ത് പുള്ളി അവിടെ വന്ന് ഇങ്ങനെ പരൻ്റെ ഇടയൊക്കെ ഇങ്ങനെ കുത്തി അവിടെ ഇരിക്കും. അവിടെ ഇരുന്നാൽ മതി. വരുന്ന എല്ലാ ആളുകൾക്കും ഭയങ്കര പേടിയാണ്. കൃത്യസമയത്ത് വന്നോളൂ. പുള്ളി ഒന്നും പറയണ്ട. അവിടെ കമ്പോസിങ്ങിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവർക്ക് മാത്രം പുള്ളി ഒരു 10 മിനിറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ബാക്കി കൃത്യസമയത്ത് 9:30 എന്ന് പറഞ്ഞാൽ 9:30 അവർ വന്ന് കയറിക്കൊള്ളു. കാരണം അവിടെ വന്ന് പിന്നെ പുള്ളി അല്ലേ അവിടെ ഇരിക്കും, ഒന്നും പറയത്തില്ല. അത് വലിയ രസപോലെ നിസ്സാര കാര്യമാണ്. പക്ഷേ
അവിടെ ഈ തൂക്കാൻ വരും സ്ത്രീകൾ. തൂക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ തുടയ്ക്കും. തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് മാറിയൊക്കെ നിൽക്കുകയായിരിക്കും. ഇങ്ങനെ കൈ കൊണ്ടെന്ന് ഇങ്ങനെ പുള്ളിയുടെ മുഖത്ത് നോക്കി അവർക്കറിയാം തുടച്ചത് ശരിയായില്ല എന്ന്. പൊടി ഒന്നൊന്നുകൂടെ തുടയ്ക്കാം. ഇങ്ങനെയുള്ള ഒരു വേറെ അതുപോലെ ഇപ്പോൾ ഇത് ബോണസ് വളരെ ചെറിയ തുകയാണെങ്കിൽ പോലും നമ്മൾ 2 ബോണസ് കൊടുക്കുക. വിഷുവിനും കൊടുക്കും, ഓണത്തിനും കൊടുക്കും. ആ ബോണസിനുള്ള പൈസയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഈ വേസ്റ്റ് വിൽക്കുമല്ലോ, വേസ്റ്റ് വിൽക്കും. പിന്നെ ഈ പത്രങ്ങൾ തന്നെ ഈ നമ്മൾ പിന്നെ ഈ റീല് എടുക്കുമ്പോഴേ കുറച്ച് ബേസായിട്ട് വരുമല്ലോ, അത് ചെറുകിട പത്രങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, മാഗസിനുകൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ പുള്ളി വിൽക്കും. അതിലൊക്കെ പുള്ളി അവിടെ തന്നെ ഉണ്ടാവും. ആ പൈസ ഇങ്ങനെ മാറ്റി ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കും. ഒരു പിന്നെ പരസ്യത്തിൽ വരുന്നതിൻ്റെ ഒരു വിഹിതം പുള്ളി അത് ബോണസ് കൊടുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം പോലും ബോണസ് മുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പിന്നെ അത് പാക്കറ്റ് ചെയ്ത് എഴുതി വെച്ചേക്കും. അന്ന് ഇത്ര വലിയ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ആളുകളെ വിളിച്ച് ഇങ്ങനെ കൊടുക്കുന്ന സംവിധാനം ആദ്യമൊക്കെ, പിന്നീടാണ് മാനേജ്മെൻറ്റിലേക്ക് ഇത് വന്നത്. അപ്പോൾ പക്ഷെ അതിലാണ് പുള്ളി ശ്രദ്ധിക്കുമായിരുന്നു. അതാണ് പുള്ളിയുടെ പിന്നെ ഞാൻ കൊല്ലത്തെ ലേഖനായെന്നൊരു പറഞ്ഞു, എനിക്കന്ന് ഈ പരസ്യം പിടിക്കാനൊരു പിടിയില്ല ആളാണ്. അപ്പോൾ എന്നോട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്ര പരസ്യം പിടിച്ചാൽ ആരുടെ കാൽ പിടിച്ചാലും വേണ്ടിയില്ല, പരസ്യം കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ അവിടെ കുറേ പാർട്ടി സഹകൾ വന്നത് CHUവിൻ്റെ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയൊക്കെ പരസ്യം അത് പറഞ്ഞാലത് ചെയ്തു കൊടുത്തു. പക്ഷേ അങ്ങനെയാണ് പുള്ളി അതിൻ്റെ വാർത്ത വന്നില്ലെങ്കിലും പുള്ളിക്ക് പ്രശ്നമല്ല. അത് വേറെ പാഠം. പരസ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളി വളരെ സ്ട്രിക്റ്റാണ്. അത് നമ്മുടെ അതുകൊണ്ട് പൈസ അടയ്ക്കുന്ന കാര്യം. അന്ന് ഈ പിന്നെ ഏജൻറ്റുമാരൊക്കെ ബ്യൂറോയിൽ കൊണ്ടുവന്നായിരുന്നു പൈസ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പൈസ നമ്മളവിടെ വാങ്ങിച്ചു വെച്ചാൽ അത് അങ്ങോട്ട് അടയ്ക്കുന്നത്, അതിൻ്റെ ഇവർക്ക് ഇത് കൊടുക്കേണ്ട കാര്യങ്ങളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ പുള്ളി ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പത്രം അതിൻ്റെ അവിടുത്തെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഇങ്ങനെ വന്ന് വരാനുള്ളതിൻ്റെ ഒരു 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 പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റും പഠിച്ചിട്ടില്ല. പത്രം പേപ്പർ ക്ഷാമം വന്നാൽ അന്ന് പിന്നെ ഭീഷണത്തിലൊരു എനിക്ക് തോന്നുന്നു മൊയ്തീനെന്നോ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ്, അന്നത്തെ പഴയ MLA ഒക്കെ ആയിരുന്ന വിഷയമാണ്. അയാളാണ് അവിടുത്തെ മാനേജർ, കണ്ണൂരുകാരനാണ്. ഇവർ തമ്മിൽ ആ കണ്ണൂർ ബന്ധം വെച്ചിട്ട് ഭീഷണത്തിൽ നിന്ന് പുള്ളി പേപ്പർ വാങ്ങി, മാതൃഭൂമിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ അവർക്കും അത്യാവശ്യം വരുമ്പോൾ ഇവിടുന്ന് പുള്ളി അങ്ങനെ കൊടുക്കും. അങ്ങനെ പിന്നെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ ഒരു വാർത്ത കവർ ചെയ്യാൻ വേണ്ടി വണ്ടിയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പുള്ളിക്കൊരു ടൈമുണ്ട്, ഇത്ര മണിക്കത് വരേണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് താമസം വന്ന് കയറുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സീറ്റ് പുള്ളി ഉണ്ടാകും. ഞങ്ങൾക്ക് തോന്നുന്നു രവീന്ദ്ര ഒരു 10 മിനിറ്റ് താമസമല്ലോ തീർന്നു. അപ്പോൾ പിന്നെ നമ്മളെ മനസ്സിലെപ്പോഴും ഇതിരിക്കും, മനസ്സിലായി. ഇങ്ങനെ അതിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള കമ്പോസിങ് കിടക്കുമ്പോൾ വെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് പോത്തേ ഉള്ളൂ. അല്ലാതെ അവിടെ പോയി ആളുകളെ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. കണ്ണനാളുടെ സാന്നിധ്യം തന്നെ ചിട്ട വരാൻ വേണ്ടി ഒരു അപ്പോൾ വേറൊരു രസം കൂടെ പറയാം. നമ്മുടെ കുറുപ്പ് അത് ഭാര്യയുടെ എഡിറ്ററാണ്. അപ്പോൾ എമ്മൻ്റെ ഒരു സ്വഭാവമൊക്കെ അറിയാം, കണ്ടിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ വരുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകും. ബാഗൊക്കെ ഇങ്ങനെ തൂക്കി ഇങ്ങനെ കൊച്ചി ആഫീസ് കണ്ടിട്ടുള്ളെങ്കിൽ നിങ്ങൾക്കറിയാം. അവിടെ വന്ന് ഇങ്ങനെ നോക്കും ഇതെവിടെ ഇരിപ്പുണ്ടോ. അപ്പോൾ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ എമ്മൻ്റെ ഒരു പോക്കുണ്ട് കേട്ടോ. പടാന്ന് നടന്ന് അങ്ങോട്ട് പോകുന്ന എവിടെയെന്ന് വിളി എമ്മൻ ഒരു വിളി അപ്പോൾ ഒരു വാടിച്ച് ചിരിച്ചിട്ട് വിളി വരും. അത് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരു സമ്പ്രദായമായി. അപ്പോൾ എമ്മൻ്റെ പോക്ക് കാണണം നേരത്ത് വളരെ സ്പീഡിൽ വെച്ചു കാലം കൊണ്ട് വെച്ചിട്ട് പോകുമ്പോൾ ഒരു വിളിക്കും എമ്മൻ. പക്ഷേ ആ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു സൂക്ഷ്മമായ ഓരോ ഇതിലും ഉള്ള അതാണ് ശരിക്കും അവിടെ നിന്നാണ് ആ സഹകരണ കാലത്ത് നമ്മുടെ ഇവിടെ പിന്നെ തിരുവനന്തപുരം വേണ്ടിയിട്ട് തുടങ്ങുന്നതൊക്കെ. അതിനൊക്കെ ഉള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഒരു അസാധ്യ ഒരു വിഷയമാണ്. പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൈസ ഇല്ലെങ്കിൽ പോലും സഹായിക്കാനായിട്ട്
ഇപ്പോൾ ഒരാളിലൊക്കെ അത്യാവശ്യമാണ്. പിന്നെ ചില ആളുടെ പുള്ളിക്ക് അറിയാം, ഇടയ്ക്ക് ഒന്ന് ഈ അഡ്വാൻസ് വാങ്ങിക്കും ശമ്പളത്തിൻ്റെ. അപ്പോൾ അഡ്വാൻസ് പുള്ളിയോട് ചോദിച്ചിട്ട് അടിച്ചെന്നാലേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ പുള്ളിക്ക് അറിയാം ചില കക്ഷികൾ വെറുതെ ഇങ്ങനെ എന്തിനാണെന്നെങ്കിൽ പുള്ളി പറയും അത് കാണത്തില്ല കേട്ടോ എന്ന് പറയും. പക്ഷേ അത്യാവശ്യക്കാർ ആവശ്യമാണ് എന്ന് പുള്ളിക്ക് അറിഞ്ഞാൽ പൈസ അവിടെ വാങ്ങിച്ചോ ഇത്ര വാങ്ങിച്ചോളാൻ പറയും. അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയും ഇച്ചിരി കൂടുതലാണ് വാങ്ങിച്ചിരിക്കുന്നത്, പിന്നെ ശമ്പളം കിട്ടുമ്പോൾ കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം വരലില്ല ഇതിനെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതായിരുന്നു കണ്ണൻ നായർ. ആ വ്യക്തിപരമായ ജീവിതത്തിൽ അതുപോലെ ഞാൻ ഒരു വളരെ നിസ്സാരമായ കാര്യം ഞാൻ പറയാം. പുള്ളി ബീഡി വലി ഭയങ്കര ദേശ വീടിയുടെ ആശാനായിരുന്നു. വലി നിർത്താൻ വേണ്ടി ആരാണ് പറഞ്ഞ് ഏലക്ക കഴിക്കാൻ പറയും. അപ്പോൾ പുള്ളി ഏലക്ക ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചൊന്നും കൊടുക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പിന്നെ ഏലക്ക എടുത്തിട്ടേ ഒരെണ്ണം എടുത്തിട്ട് പൊളിക്കും. പൊളിച്ചിട്ട് ഒരു 2-3 ഇങ്ങനെ മാറ്റി വെക്കും. ഒരേലക്ക എടുത്ത് അങ്ങ് ചവയ്ക്കുകയല്ല, എന്നിട്ട് അതെടുത്തിട്ട് ഒരു 3 നേരമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അങ്ങനെ ഒരു ഇതാണ്. വൈകിട്ട് പിന്നെ കടയിൽ നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ പോകുമ്പോഴും കണ്ണനാർ ചായ കുടിക്കാൻ വരും. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ കണ്ണനാരുടെ കൂടെ അല്ലല്ലോ പോകുന്നത്. അപ്പോൾ കണ്ണനാർക്കറിയാം നമ്മളവിടെ ഇരിക്കുമ്പോൾ കണ്ണനാരുടെ പൈസ ഇവിടെ നമ്മൾ കൊടുക്കുമെന്നറിയാം. അപ്പോൾ കണ്ണനാർ എന്തെന്നറിയോ, ആദ്യം വരുമ്പോഴേ കാഷറയിൽ പൈസ കൊടുക്കും, എന്നിട്ട് ഞാൻ എഴുതിയിട്ട് പോകത്തുള്ളൂ. കാരണം ഇല്ല സ്വാഭാവികമല്ലേ, നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മളായിട്ട് കൊടുക്കുമല്ലോ. അതോട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതവും അതൊരു അനുകരണീയമായ ഒരു വിഷയമാണ്, മറക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ എൻ്റെ ഭാര്യയുടെ പേര് മല്ലിക, KR മല്ലിക. കൊല്ലത്താണ് അവരുടെ വീട്. ഞാൻ ദേശാഭിമാനിയിൽ കൊച്ചിയിലെ യൂണിറ്റിലുള്ളപ്പോൾ തന്നെയാണ് കല്യാണമൊക്കെ കഴിക്കുന്നത്. ദേശാഭിമാനിയിൽ തന്നെ ഉണ്ടായിരുന്നൊരു AK ഗോപാലകൃഷ്ണനുണ്ട്. ആ പുള്ളി കൊല്ലത്തുകാരനാണ്. അങ്ങനെ ഗോപാലകൃഷ്ണൻ മാത്രമാണ് ആ ആലോചനയൊക്കെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് അവർ ദേശാഭിമാനിയിലേക്ക് വരുന്നത്. 2 മക്കളാണ്. മൂത്തത് മകളുടെ കല്യാണം കഴിച്ച് താമസിക്കുന്നത് എറണാകുളത്ത്. മരുമകന് ഇവിടെ കിയ കമ്പനിയുടെ സർവീസ് MD ആണ്. ഒരു മകനുണ്ട്. മകൻ അവനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ, ഗ്രാഫിക് വർക്കൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അതാണ് കുടുംബത്തിൻ്റെ ഒരു സ്ഥിതി. പിന്നെ ഭാര്യ ദേശാഭിമാനിയിൽ നിന്ന് റിട്ടയറായ ശേഷം ചിന്ത പബ്ലിഷേഴ്സിലായിരുന്നു. അവരുടെ പുസ്തകവും പിന്നെ അതുപോലെ തന്നെ 2 ചെറുകഥ, പിന്നെ മറ്റ് ചെറുകഥ കൃത്തുക്കളുടെ, അതായത് 60 വർഷം തികഞ്ഞപ്പോൾ ഒരു പഴയ പിന്നെ ചെറുകഥാകൃത്ത് തുടങ്ങി ഏറ്റവും പുതിയ ആളുകളെ വെച്ചുകൊണ്ട് 2 ചെറുകഥാ സമാഹാരങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. നേരത്തെ പിന്നെ സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി ജനറൽ കൗൺസിൽ അംഗമായിരുന്നു. പിന്നെ പൂക്കാസായുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് പിന്നെ അവർ മാതൃഭൂമിയിലൊക്കെ അവരുടെ ഒരു കഥ ഒക്കെ വന്ന സമയമാണ്. അതിനുശേഷമാണ് പിന്നീട് പിന്നെ അവരുടെ തന്നെ ചെറുകഥാ സമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നോവൽ ഉണ്ട്, പിന്നെ നോവലേറ്റ് ഉണ്ട്. അങ്ങനെ കുറേ പുസ്തകങ്ങൾ അവരുടെ അവർ പിന്നെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നോവല് DC ആണ് ഇറക്കിയത്. പിന്നെ അതിലെ ഒരു നോവലിനും ചെറുകഥയ്ക്കും പിന്നെ അബുദാബി ശക്തി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും 2 വർഷം മുമ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അവർ ചെറുകഥയൊക്കെ എഴുതിയ സമയത്ത് നമ്മുടെ പിന്നെ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലാണ് പഠിച്ചത്. അതിപ്പോൾ നിങ്ങളുടെ മീഡിയ അക്കാദമിയുടെ ചെയർമാൻ ബാബുവിൻ്റെയൊക്കെ ഒരു ഇത്, അന്ന് ബാബുവൊക്കെ ഉണ്ടായിരുന്ന ഒരു SFIയുടെ ഒരു ഇതിൽ അവരുടെ ഒരു പിന്നെ അവാർഡാണ് ശരിക്കും ആദ്യം അവൾക്ക് കിട്ടുന്നത്. ബാബുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൊടുത്ത
ഏതോ അന്ന് വന്ന ഏതോ ഒരു കഥയ്ക്ക് കൊടുത്തു. പിന്നെ ഏതാണ്ട് എല്ലാ ആനുകാലികങ്ങളിലും എഴുതിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഒരു ഇത്.